KTU 2019 സ്കീമിൻ്റെ ട്രിപ്പിളിയുടെ S3യുടെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ് ഇവിടെ. മൊഡ്യൂൾ 4ൽ നമ്മൾ 3 ഫേസ് നെറ്റ്വർക്ക്സും പിന്നെ റെസൊണൻസിൻ്റെ കേസുമാണ് പഠിച്ചത്. അതിൽ നമ്മൾ റെസൊണൻസിൻ്റെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം ക്ലാസ്സിൽ കവർ ചെയ്താണ്. റെസൊണൻസ് കർവ്, ക്യൂ ഫാക്ടർ, ബാൻഡ് വിട്ട്, അതിൻ്റെ പ്രോബ്ലംസ്, അത് ചെയ്യാനുള്ള മെത്തേഡ്, ഇതെല്ലാം ക്ലാസ്സിൽ കവർ ചെയ്താണ്. ഇനി 3 ഗ്രാഫാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി. നിങ്ങൾക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം ചെയ്തിട്ടാണ് ന്യൂമറിക്കലൊക്കെ ചെയ്തത്. അപ്പോൾ ഫ്രീക്വൻസി വേഴ്സസ് ഇമ്പിഡൻസിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആ ഗ്രാഫ് കാണുമ്പോൾ അറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഗ്രേറ്റർ ആയിട്ടുള്ള സൈഡിൽ നോക്കുമ്പോൾ, അതായത് XC ഗ്രേറ്റർ ദാൻ XL ആയിട്ടുള്ള കേസിൽ ഫ്രീക്വൻസി കൂടുന്തോറും നമ്മുടെ ഇമ്പിഡൻസ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇനി XL ഗ്രേറ്റർ ദാൻ XC ആവുന്ന കേസിൽ, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനേക്കാളും ഗ്രേറ്ററായി നിൽക്കുമ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ ഫ്രീക്വൻസി കൂടുന്തോറും നമ്മുടെ ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇമ്പിഡൻസിൻ്റെ ഇൻവേഴ്സാണ് നമ്മുടെ അഡ്മിറ്റൻസിൻ്റെ കേസിലെടുക്കുന്നത്. സോ തൊട്ടടുത്ത ഫിഗർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കേസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഫേസ് ആംഗിൾ ഫ്രീക്വൻസി നമ്മളെ ഗ്രാഫാണ് മൂന്നാമത് തന്നിരിക്കുന്നത്. അതായത് XL ഗ്രേറ്റർ ദാൻ XC ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ് ഫേസ് ആംഗിളും, അല്ലാത്ത കേസിൽ നെഗറ്റീവ് കേസും ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ന്യൂട്രൽ കറണ്ടിൻ്റെ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ന്യൂമറിക്കൽ ചെയ്തതാണ്. അതായത് നമ്മുടെ ഒരു 4 വയർ ബാലൻസ്ഡ് സിസ്റ്റം, നമ്മുടെ 4 വയർ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലോഡിൻ്റെ കേസിൽ നമ്മുടെ ഇമ്പിഡൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും. സോ I1 + I2 + I3 = 0 ആയിരിക്കും. അതായത് ന്യൂട്രൽ കറണ്ട് 0 ആണ്. ഇനി ഒരു അൺബാലൻസ്ഡ് ലോഡിൻ്റെ കേസിലാവുമ്പോൾ നമുക്ക് അൺബാലൻസ്ഡ് ലോഡിൻ്റെ കേസിൽ ഇമ്പിഡൻസ് ഒന്നും ഈക്വൽ ആയിരിക്കില്ല. സോ I1 + I2 + I3 ഒരിക്കലും =0 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ചെറിയ എമൗണ്ട് കറണ്ട് ഉണ്ടാവും. അതിനെയാണ് ന്യൂട്രൽ കറണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ അതുപോലെ ഉണ്ടാകുന്ന വോൾട്ടേജാണ് നമ്മുടെ ന്യൂട്രൽ വോൾട്ടേജിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ന്യൂട്രൽ ഷിഫ്റ്റിൻ്റെ കൺസെപ്റ്റിൽ പറയുന്നത്.